Hello guys, this is Joel Thomas. Welcome to my channel. So ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോബയുടെ 10H Pro എന്ന് പറഞ്ഞ GPS മൗണ്ട് എൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വയസ്സിലുള്ള ഈ 4 Allen key സ്ക്രൂസ് നമുക്ക് അഴിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കാം ടാങ്കിൻ്റെ മുകളിൽ, കാരണം സ്ക്രാച്ചസ് ഒന്നും ബോഡിയിലേക്ക് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ, ഫെയറിങ്ങിലേക്ക് വരാണ്ടിരിക്കാൻ. അതിനുശേഷം നമ്മുടെ വയസ്സിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചു. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആക്സസറി GPS മൗണ്ട് ഫിറ്റ് ചെയ്യാനുള്ള ആക്സസറി ആയിട്ടുള്ള ഐറ്റംസ് നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ്, മാച്ച് ആവുന്നുണ്ടോ, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പം അത് വെച്ച് എടുത്ത് സ്ക്രൂ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അറേഞ്ച് ചെയ്ത വൈസറും ആ മൗണ്ട് അടക്കം നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് മെല്ലെ നമ്മുടെ 4 സ്ക്രൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക, ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈറ്റ് ആക്കണ്ട, കാരണം നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാനുണ്ടാവും. ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാം. ഇതിന് ശേഷം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്സസറി ആയിട്ടൊരു സിലിണ്ടറിക്കൽ സാധനമുണ്ട്. അതിലാണ് നമ്മൾ ഈ GPS മൗണ്ട് ഫിറ്റ് ചെയ്യുന്നത്, മൊബൈൽ ഹോൾഡർ. അപ്പോൾ അതെടുത്ത് ഈ ഹോളിലേക്ക് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇപ്പം കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് സ്ക്രൂസും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യേണ്ട, എന്നാലും ഒരു 90% നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം, കാരണം അതിൽ കൂടുതൽ മോഡിഫിക്കേഷൻ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ വയസ്സിലുള്ള 4 സ്ക്രൂവും ടൈറ്റ് ചെയ്യാം. ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരാനില്ല, അതുകൊണ്ട് നമുക്കത് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ GPS ബ്രാക്കറ്റിൻ്റെ ഒരു ഫൈനൽ വ്യൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെയൊരു വിഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ക്രൂ അയക്കണം, വൈസർ ഫെയറിങ്ങിലുള്ളത്. അതിന് ഫസ്റ്റ് 1 ഇപ്പോൾ ഞാൻ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ വേറൊരു സ്ക്രൂ കൂടിയുണ്ട്, അതും കൂടി നമുക്ക് ലൂസ് ചെയ്ത് വെക്കാം. മൊത്തം അഴിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ വൈബ്രേഷൻ ക്ലാമ്പ് എടുത്ത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം സ്ക്രൂയിലേക്ക്. അതിനുശേഷം മറ്റേ എഡ്ജ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തേക്കുന്ന ആക്സസറീൻ്റെ അകത്തേക്ക് ഫിറ്റ് വെച്ച് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ബോൾട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഹോൾഡ്, ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു പിടുത്തം വരുന്ന വരെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് തോന്നിയതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെക്കൻഡ് വൈബ്രേഷൻ ക്ലാമ്പ് നമ്മൾ ആ സ്ക്രൂവിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ പോവുക. അത് ഇറക്കി വെച്ചതിന് ശേഷം അടുത്ത എഡ്ജ് നേരത്തെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ നട്ടും ബോൾട്ട് വിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഫിറ്റ് ചെയ്ത് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ നട്ടും ബോൾട്ടും മാക്സിമം ടൈറ്റ് ചെയ്യണം. Allen key ഉപയോഗിച്ചിട്ട് 2 സൈഡും ടൈറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബോബോ 10H Pro എന്ന് പറഞ്ഞ മൊബൈൽ ഹോൾഡറിൻ്റെ ആക്സസറി എടുക്കാം. ഒരു സ്പേസറാണത്. അതിൻ്റെ ക്ലാമ്പും നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്ത ആക്സസറി ആയിട്ട് കറക്റ്റ് മാച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള സ്പേസറാണ്. അതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ക്ലാമ്പ് നമുക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു Allen key സ്ക്രൂ കൊണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വെക്കുമ്പോൾ നമ്മൾ ഏത് ആംഗിളിലാണ് നമുക്ക് മൊബൈൽ വെക്കേണ്ടത്, ഒന്ന് ടിൽറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് വെക്കേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈറ്റ് ചെയ്യും. ഞാൻ തൽക്കാലം താഴോട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് എന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇങ്ങനെയൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് ആദ്യം ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഹോൾഡറിൻ്റെ ബാക്കിലുള്ള ഈ ഗ്യാപ്പിലേക്ക് ആ ബോൾ സോക്കറ്റ് ഒന്ന് കെട്ടി വെക്കുക. അതിനുശേഷം ആ ക്യാപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മുടെ ഫോൺ ഇതിൻ്റെ അകത്ത് വെച്ച്
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ. വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയാം. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു വലിയ ബൈക്കിൽ GPS സിസ്റ്റം ഒക്കെ മൗണ്ട് ചെയ്ത് അതേ വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പം പുതിയൊരു കണ്ടൻറ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.